മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഒത്താശയോടുകൂടി കുറയ്ക്കാൻ തീരുമാനിച്ചാൽ അതൊരിക്കലും അനുവദിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മതിക്കില്ലെന്ന് ഡിസിസി ജനറൽ സെക്രട്ടറി കെ ദിലീപ് കുമാർ പറഞ്ഞു. ഒരു ഗ്രാമപഞ്ചായത്തിലും ഇല്ലാത്ത നിയമവും നിബന്ധനകളുമാണ് നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ മാത്രം തൊഴിലുറപ്പ് തൊഴിലാളികളിൽ അടിച്ചേൽപ്പിക്കുന്നത്. പഞ്ചായത്ത് ഭരണസമിതിയുടെ ദുഷ്ടലാക്കിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് കോൺഗ്രസ് നടത്തുമെന്നും കെ ദിലീപ് കുമാർ പറഞ്ഞു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി വെട്ടിക്കുറച്ച് തൊഴിലിടങ്ങളിൽ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന നാട്ടിക പഞ്ചായത്തിന്റെ തെറ്റായ നയത്തിനെതിരെ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടിക പഞ്ചായത്തിന് മുൻപിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ നടത്തിയ പ്രതിഷേധ കൂട്ടധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ അധികാരികൾ നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട അധികാരികളും പഞ്ചായത്തിന്റെ നേതൃത്വം കൊടുക്കുന്നവരുമൊക്കെ പറയുന്നത് ഒരു ദിവസം ഒരു തൊഴിലാളി 5 മീറ്റർ അല്ല 10 മീറ്റർ പ്രവർത്തനം നടത്തിയെങ്കിൽ മാത്രമേ ആ മിനിമം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 316 രൂപ ലഭിക്കൂ എന്നുള്ളതാണ്. നമുക്കറിയാം, ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരിൽ വ്യത്യസ്ത പ്രായമുള്ള ആളുകളുണ്ട്. 10, 60, 65 വയസ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഒരു 25, 30 വയസ്സുള്ള ഒരു തൊഴിലാളിക്ക് ചെയ്യാൻ കഴിയുന്ന സ്പീഡിൽ അല്ലെങ്കിൽ ആ വേഗതയിൽ ജോലി ചെയ്യാൻ വാർദ്ധക്യത്തിലേക്ക് പോകുന്ന തൊഴിലാളിക്ക് കഴിയില്ല. ഡിസിസി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഓരോ ഗ്രാമപഞ്ചായത്തിലും മേയും ഓവർസിയറും അതുമായി ഡാറ്റ എൻട്രി ചെയ്യുന്ന ആളുകളുമെല്ലാം നിയമിച്ചിട്ടുണ്ട്. അവർ തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റ് അനുസരിച്ചാണ് തൊഴിലാളികൾ തൊഴിലെടുക്കേണ്ടത്. എന്നാൽ ഒരു സമീപ പഞ്ചായത്തിലൊന്നുമില്ലാത്ത എസ്റ്റിമേറ്റ് നാട്ടിക പഞ്ചായത്തിലേക്ക് പ്രത്യേകമായി തയ്യാറാക്കി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നടുവും നട്ടെല്ലും ഒടിക്കുന്ന സമീപനമാണ് ഈ ഗ്രാമപഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷനായി. ഡിസിസി ജനറൽ സെക്രട്ടറി VR വിജയൻ, CG അജിത് കുമാർ, AN സിദ്ധപ്രസാദ്, TV ഷൈൻ, CS മണികണ്ഠൻ, ശ്രീദേവി മാധവൻ, PC മണികണ്ഠൻ, ജീജ ശിവൻ, മധു അന്തിക്കാട്ട്, KV സുകുമാരൻ, രഹന ബിനീഷ്, PC ജയപാലൻ, ബാബു പനക്കൽ എന്നിവർ സംസാരിച്ചു.